ദൈവസ്നേഹത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഭൂമിയിലെ മാലാഖമാരായ നഴ്സുമാർക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിദേശത്തും സ്വദേശ ജോലി ചെയ്യുന്ന നഴ്സുമാർ എന്ന മാലാഖമാരെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ എല്ലാ നഴ്സുമാർക്കും അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാവൽ മാലാഖമാർക്കായുള്ള ദിവ്യ പ്രാർത്ഥന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവജനമേ, സ്വന്തം വീടുകളിൽ, പ്രാർത്ഥനാ മുറികളിൽ, ലോകത്തിൻ്റെ വിവിധ കോണുകളിലെ പ്രവാസി മുറികളിലും ആശുപത്രി കോറിഡോറുകളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും ക്രിസ്തുനാമത്തിൽ ആർദ്രമായ സ്നേഹവന്ദനം. ഇന്ന് നാം ഇവിടെ ഒന്നായി ചേർന്നിരിക്കുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദൈവീക ദൗത്യം നെഞ്ചിലേറ്റിയ ഒരു വലിയ ദൈവജന വിഭാഗത്തിന് വേണ്ടിയാണ്. സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആശ്വാസങ്ങളെ അടിയറ വെച്ച് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യജീവൻ്റെ അവസാന ശ്വാസം വരെ കാവൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നഴ്സിംഗ് സഹോദരീ സഹോദരന്മാർക്കായി മാസ്കും ഗ്ലൗസും ധരിച്ച് 12 മണിക്കൂർ തുടർച്ചയായി നിൽക്കുന്ന നഴ്സ്, ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന അമ്മ, ICUവിൽ മരണത്തോട് പോരാടുന്ന രോഗിയുടെ കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന നഴ്സ്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ലോകം മുഴുവൻ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ, ഉറക്കത്തിൻ്റെ സുഖശീതളിമയിലേക്ക് വീഴുമ്പോൾ, അണയാത്ത വെളിച്ചമുള്ള ആശുപത്രി മുറികളിൽ വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന ഈ മനുഷ്യരെക്കുറിച്ച്, നാട്ടിലെ കുഞ്ഞിന് പനി കൂടുമ്പോൾ ഒരു തുള്ളി മരുന്ന് നൽകാൻ അടുത്തില്ലാതെ അന്യദേശത്തെ കട്ടിലിൽ പനിയാൽ കിടക്കുന്ന അപരിചിതനായ ഏതോ രോഗിക്ക് തണുത്ത വെള്ളത്തിൽ തുണിമുക്കി നെറ്റിയിൽ തുടച്ചു കൊടുക്കുന്ന ഒരു അമ്മയുടെ ഹൃദയവേദന എന്തായിരിക്കും? ചോരയും അഴുക്കും മുറിവുകളും നിറഞ്ഞ ശരീരങ്ങളെ അറപ്പില്ലാതെ വിരക്തിയില്ലാതെ സ്നേഹത്തോടെ കഴുകി തുടയ്ക്കുമ്പോൾ അവരുടെ കരങ്ങളിൽ തെളിയുന്നത് സാക്ഷാൽ ക്രിസ്തുവിൻ്റെ ആർദ്രമായ തിരുസ്പർശനമാണ്. ആ കണ്ണീരും കാലുകളിലെ കഠിനമായ വേദനയും തളർച്ചയും ആരും കാണാതെ മാസ്കിനുള്ളിൽ ഒളിപ്പിക്കുന്ന പുഞ്ചിരിയും പരസ്യമായി പറയപ്പെടാത്ത ഒരു വലിയ രക്തസാക്ഷിത്വമാണ്. നമ്മുടെ ഈ സമയം നാം പ്രാർത്ഥിക്കുന്നത് UK-യിലും ഗൾഫിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും തുടങ്ങി വിദേശ നാടുകളിൽ ഓരോ ക്ലിനിക്കുകളിലും ആശുപത്രികളിലും കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് നഴ്സുമാർക്കായി സ്വർഗത്തിൽ തുറക്കപ്പെടുന്ന ദിവ്യകരുണയുടെ കവാടമാണ്. അവരുടെ കണ്ണീരിന് ആശ്വാസമായി, അവരുടെ അധ്വാനത്തിന് അനുഗ്രഹമായി, അവരുടെ ഏകാന്തതയിൽ കൂട്ടായി ഈ പ്രാർത്ഥന അവരുടെ ഹോസ്റ്റൽ മുറികളിലേക്കും നൈറ്റ് ഡ്യൂട്ടി ഡെസ്കുകളിലേക്കും ദൈവിക സമാധാനമായി ഒഴുകിയെത്തട്ടെ. അവിടുത്തെ ഈ തിരുസ്പർശനം ഈ നിമിഷം അവരെ ഓരോരുത്തരെയും പൊതിയട്ടെ. എൻ്റെ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ നിമിഷം ഞങ്ങൾ ശൂന്യതകളെ നിറയ്ക്കുന്നു. ഈ സമയം നാം ഒന്നു ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. സ്വന്തം സുഖസൗകര്യങ്ങൾ മറന്ന് യാതന അനുഭവിക്കുന്നവരുടെ അരികിൽ സ്നേഹത്തിൻ്റെ കാവൽക്കാരായി നിൽക്കുന്ന ഓരോ നഴ്സിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അവരുടെ തളർന്ന കൈകൾക്ക് ശക്തി നൽകണമേ. ഉറക്കമില്ലാത്ത രാവുകളിൽ അവരുടെ മനസ്സുകൾക്ക് ദൈവിക സമാധാനം പകരണമേ. സൗഖ്യത്തിൻ്റെ ദാതാവായ യേശുവേ, ഈ ആരാധനാ വരികളിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഓരോ ഹോസ്റ്റൽ മുറികളിലും ആശുപത്രികളിലും ഒഴുകിയിറങ്ങട്ടെ. സൗഖ്യദായകനാം എൻ്റെ ഈശോയെ, വേദനകളിൽ കൂടെ ഇരിക്കുന്നവനെ, നിന്റെ കാരുണ്യത്തിൻ്റെ കരങ്ങളായി മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന രോഗീമിത്രങ്ങളെ അനുഗ്രഹിക്കണമേ. തളർന്നു പോകുമ്പോൾ താങ്ങുന്ന നാഥ, വിജനതയിൽ കൂട്ടിരിക്കുന്ന സ്നേഹമേ, അവരുടെ അധ്വാനത്തെ അവിടുന്ന് വാഴ്ത്തണമേ. അവരുടെ കരങ്ങളിൽ ദിവ്യ സൗഖ്യം നിറയ്ക്കണമേ. കർത്താവേ, ആരും കാണാതെ പോകുന്ന കണ്ണുനീർത്തുള്ളികൾ അങ്ങയുടെ തിരുമുൻപിൽ വിലയുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ ഷിഫ്റ്റുകൾ കഴിഞ്ഞ് ക്ഷീണിതരായി തിരിച്ചെത്തുന്ന മക്കൾ, സ്വന്തം കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ ഫോണിലൂടെ മാത്രം കേട്ട് കരയുന്ന അമ്മമാർ, രോഗികളുടെ അട്ടഹാസങ്ങൾക്കും വേദനകൾക്കും മധ്യേ ശാന്തത കൈവിടാതെ നിൽക്കുന്ന സഹോദരങ്ങൾ, അവരുടെ ഓരോ ചുവടുകളെയും അവിടുത്തെ വിശുദ്ധ രക്തത്താൽ പൊതിയണമേ. ഈ പ്രാർത്ഥന അവിടുത്തെ അൾത്താരയിലേക്ക് ഉയരുമ്പോൾ സകല വേദനകളും ശാന്തമാകട്ടെ, സകല തളർച്ചകളും മാറ്റപ്പെടട്ടെ. വേദന തൻ നിഴൽ മൂടും വഴികളിൽ ആശ്വാസമായി മാറുന്നരൻ നാഥനെ, ആതുര സേവന പാതയിൽ വാഴുമാ സ്നേഹത്തിൻ
ദൂതർക്ക് കരുണയേകണമേ. രാവും പകലും അനവധിയായ രോഗികളിൽ നിൻ ദിവ്യരൂപം തിരിച്ചറിയുവാൻ നൽകണേ നാഥ ദൈവിക കൃപയെന്നും. കാക്കണേ മക്കളെ നിൻ തിരുക്കൈകളിൽ. കർത്താവേ, അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തുകയും തളർന്നവരെ കരങ്ങളിൽ ഉയർത്തുകയും ചെയ്തവനാണല്ലോ. അങ്ങയുടെ ആ രോഗശാന്തി ശുശ്രൂഷയുടെ നേർ തുടർച്ചയായി മാറിയിരിക്കുന്ന എല്ലാ നേഴ്സുമാരെയും ഈ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും യോഗ്യതയാൽ ഞങ്ങൾ അങ്ങയുടെ ആർദ്രമായ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് ദൈവവചനത്തിന് ആദരവോടെ കാതോർക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 33-34 വാക്യങ്ങളും നമുക്ക് ശ്രവിക്കാം. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ അന്യനായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. നീതിമാന്മാർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങയെ രോഗിയായി കണ്ട് സന്ദർശിച്ചത്? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. വിശുദ്ധ ലൂക്ക 10-ാം അധ്യായം 33-34 സുവിശേഷത്തിൽ പറയുന്നു. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രക്കിടയിൽ അവൻ്റെ അടുത്തെത്തി. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് മുറിവുകളിൽ എണ്ണയും വീഞ്ഞുമൊഴിച്ചു വെച്ച് കെട്ടി. ക്രിസ്തുവിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ലോകം ഇന്ന് സാങ്കേതിക വിദ്യയുടെയും പണത്തിൻ്റെയും പിന്നാലെ പായുമ്പോൾ നിശബ്ദമായി ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹം ഭൂമിയിൽ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട നഴ്സിംഗ് സമൂഹം. ഒരു നഴ്സിൻ്റെ ജോലി കേവലം ഒരു മാസാവസാനം ശമ്പളം വാങ്ങാനുള്ള ഒരു സാധാരണ ജീവനോപാധിയല്ല, മറിച്ച് സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്നൊരു വ്യക്തിക്ക് നൽകുന്ന പവിത്രമായ ദൈവിക വിളിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന നല്ല സമരിയാക്കാരൻ്റെ കരങ്ങളാണ് ഓരോ നഴ്സിൻ്റെയും കരങ്ങൾ. വഴിയരികിൽ മുറിവേറ്റ് കിടന്നവൻ്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞുമൊഴിച്ചു വെച്ച് കെട്ടിയ സമരിയാക്കാരനെ പോലെ വ്രണങ്ങളും പഴുപ്പും ചോരയും അഴുക്കും നിറഞ്ഞ മനുഷ്യ ശരീരങ്ങളെ അറപ്പില്ലാതെ വിരക്തിയില്ലാതെ സ്നേഹത്തോടെ ആശ്വസിപ്പിക്കാൻ ഒരു നഴ്സിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ പറയുന്നു, ഔഷധങ്ങളെ കർത്താവ് ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു, വിവേകമുള്ളവർ അവയെ അവഗണിക്കുകയില്ല. സൗഖ്യദായകന്റെ കരങ്ങളിൽ കർത്താവ് തൻ്റെ സൗഖ്യം നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട നഴ്സിംഗ് സഹോദരങ്ങളെ, നിങ്ങളുടെ കൈകളിൽ തൊട്ടുരുമി കടന്നു പോകുന്നത് സാധാരണ മരുന്നുകൾ മാത്രമല്ല, അതിലുപരിയായി അവിടുത്തെ ദിവ്യ സൗഖ്യത്തിൻ്റെ സ്പർശനമാണ്. നിങ്ങളൊരു രോഗിക്ക് വെറ്റൽസ് പരിശോധിക്കുമ്പോൾ, IV ഫ്ലൂയിഡ് മാറ്റുമ്പോൾ, ഡ്രസ്സിംഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേദനയിൽ പുളയുന്ന ഒരു രോഗിയുടെ തളർന്ന കരങ്ങൾ ചേർത്ത് പിടിച്ച് പേടിക്കേണ്ട, എല്ലാം ശരിയാകുമെന്ന് പുഞ്ചിരിയോടെ പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ തിരുസ്പർശനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കഠിനമായ ജോലിഭാരങ്ങൾ ഓർത്തു നോക്കൂ. 12 മണിക്കൂർ തുടർച്ചയായി നിൽക്കുമ്പോൾ കാലുകളിലൂടെ ഉണ്ടാകുന്ന മരവിപ്പും വേദനയും, ഷിഫ്റ്റ് മാറുമ്പോഴുണ്ടാകുന്ന മാനസിക തളർച്ചയും, സ്വന്തം മാതാപിതാക്കളുടെയോ കുഞ്ഞുങ്ങളുടെയോ വിശേഷങ്ങൾ കേൾക്കാൻ പോലും സമയം കിട്ടാത്ത അസ്വസ്ഥതകൾ, മേലധികാരികളിൽ നിന്നോ രോഗികളിൽ നിന്നോ ചിലപ്പോൾ അർഹിക്കാത്ത കുറ്റപ്പെടുത്തലുകളും വഴക്കുകളും കേൾക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയവേദന. ഇന്ന് ഈ വചനധ്യാനത്തിലൂടെ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, മകളെ, മകനെ, നിന്റെ സഹനവും വിയർപ്പും ഞാൻ കാണുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതുപോലെ ലോകത്തിൻ്റെ കണ്ണിൽ താഴ്ന്നെന്ന് തോന്നാവുന്ന ശുശ്രൂഷകൾ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ സ്വർഗം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ആളുകൾ നിങ്ങളെ അഭിനന്ദിച്ചില്ലെങ്കിലും, അർഹിക്കുന്ന ആദരം സമൂഹത്തിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും ഓർക്കുക, സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകത്തിൽ അവിടുന്ന് നിങ്ങളുടെ ഓരോ മണിക്കൂർ അധ്വാനവും സ്വർണ്ണാക്ഷരങ്ങളിൽ എഴുതി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടരുത്. നിങ്ങളുടെ കൈകളിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ ദിവ്യ ശുശ്രൂഷയെ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ മുൻപോട്ട് കൊണ്ടുപോകുക. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തളർന്ന കൈകൾക്ക് എന്നും പുതിയ ശക്തി നൽകും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നാനാഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന ഓരോ നഴ്സിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ മധ്യസ്ഥം യാചിക്കുന്നു. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഉറക്കമിളച്ച് ക്ഷീണം മറന്ന് രോഗികളുടെ ശ്വാസഗതിയും നെഞ്ചെടുപ്പും നിരീക്ഷിച്ചുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
അവരുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യവും മാനസിക ഉന്മേഷവും നൽകണമേ. ഉറക്കമില്ലായ്മ മൂലമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവിടുന്ന് അവരെ വിടുവിക്കണമേ. ICUവിലും എമർജൻസി വാർഡിലും ക്യാൻസർ വാർഡുകളിലും ജോലി ചെയ്യുന്ന നഴ്സുമാർ കാണുന്ന ദാരുണമായ കാഴ്ചകളും മരണവും നിരന്തരം കണ്ട് മാനസികമായി തളരുന്ന തീവ്ര പരിചരണ വിഭാഗങ്ങളിലെ നഴ്സുമാർക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, അടിയന്തര ഘട്ടങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങളെടുക്കാൻ അവർക്ക് ദൈവിക ജ്ഞാനം നൽകണമേ. വൈകാരികമായ തകർച്ചകളിൽ അവരുടെ മനസ്സുകളെ അവിടുന്ന് സംരക്ഷിക്കണമേ. അപകടകരമായ വൈറസുകളോടും മാരക രോഗങ്ങളോടും സമ്പർക്കം പുലർത്തുന്ന ഈ മക്കളെ അവിടുത്തെ തിരുരക്തത്തിൻ്റെ അതിരുകളാൽ സംരക്ഷിക്കണമേ. ഒരു അണുബാധയും ഒരു മാരക രോഗവും അവരെയോ അവരുടെ വീട്ടിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയോ പ്രായമായ മാതാപിതാക്കളെയും ബാധിക്കാത്തവണ്ണം അവിടുത്തെ വിശുദ്ധ മാലാഖമാരുടെ സംരക്ഷണം നൽകണമേ. അർഹിക്കുന്ന വേതനം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നവർ, സ്ഥാപനങ്ങളിൽ കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, ഷിഫ്റ്റ് ക്രമീകരണങ്ങളിലെ അനീതി മൂലം വിഷമിക്കുന്നവർ എന്നിവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ അധ്വാനത്തിന് തക്കതായ ആദരവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ജോലി സ്ഥലങ്ങളിൽ തുറന്നു കിട്ടുവാൻ ഇടയാക്കണമേ. സങ്കീർത്തനങ്ങൾ 91:11-16 പറയുന്നു, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ ഏന്തിക്കൊള്ളും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ രക്ഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഇന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി നഴ്സിംഗ് സഹോദരീ സഹോദരന്മാരെ, UK-യിലെ തണുത്തുറഞ്ഞ രാത്രികളിൽ, ഗൾഫ് നാടുകളിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമികളിൽ, യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അന്യഭാഷയും അന്യസംസ്കാരവും സംസാരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ സ്വന്തം ചോര നീരാക്കി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി നഴ്സുമാരെ, നാട്ടിലുള്ള കുഞ്ഞിന് പനി വരുമ്പോൾ അടുത്തു ചെന്ന് ഒരു ഉമ്മ വയ്ക്കാൻ കഴിയാതെ ഹോസ്റ്റൽ മുറികളിൽ തനിച്ചിരുന്ന് കണ്ണുനീരൊഴുക്കുന്ന അമ്മമാരായ നഴ്സുമാർ, വയസ്സായ മാതാപിതാക്കൾക്ക് വയ്യാതാകുമ്പോൾ ഒരു നോക്ക് കാണാൻ വിമാന ടിക്കറ്റിനായി നെട്ടോടൊപ്പം ഓടുന്ന മക്കൾ, ഭാഷയറിയാതെ കഠിനമായ ഡ്യൂട്ടികൾക്ക് ശേഷം മുറിയിലെത്തി പട്ടിണി കിടന്നുറങ്ങുന്ന നഴ്സുമാർ, നിങ്ങളോട് കർത്താവ് ഇന്ന് അരുളി ചെയ്യുന്നു, നീ തനിച്ചല്ല. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഓരോ തുള്ളിയും ദൈവത്തിൻ്റെ കുപ്പിയിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊഴുക്കുന്ന വിയർപ്പാണ് നാട്ടിലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അപ്പം. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണി. നിങ്ങൾ വിദേശ മണ്ണിൽ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും നാഥനായ ദൈവവും അവിടുത്തെ പരിശുദ്ധ അമ്മയും പൊതിഞ്ഞു സൂക്ഷിക്കും. നിങ്ങളുടെ പ്രവാസി ജീവിതത്തിലെ ഏകാന്തതകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൂട്ടായിരിക്കും. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനാ സമയത്ത് ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അങ്ങയുടെ ദിവ്യഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ വിസ പരീക്ഷകർ, NCLEX, OET, IELTS എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്നവർക്ക് ദൈവിക ജ്ഞാനം നൽകണമേ. PR, വിസ സ്റ്റാറ്റസ്, ലീഗൽ പേപ്പറുകൾ എന്നിവ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുടെ മുന്നിലെ തടസ്സങ്ങൾ മാറ്റി അവരുടെ മുൻപിൽ നല്ലൊരു വഴി തുറക്കണമേ. കർത്താവായ ഈശോയെ, അവരുടെ ജീവിതത്തിൽ അവിടുന്ന് അനുഗ്രഹം ചൊരിയണമേ. നൈറ്റ് ഡ്യൂട്ടികളും തുടർച്ചയായ ഷിഫ്റ്റുകളും കാരണം കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നവർക്ക് പരസ്പര ധാരണയും ദിവ്യശാന്തിയും നൽകണമേ. സ്വന്തം ആരോഗ്യവും ഭക്ഷണവും ശ്രദ്ധിക്കാൻ സമയമില്ലാതെ രോഗികളാകുന്ന നഴ്സുമാർക്ക് ദിവ്യ സൗഖ്യം പകരണമേ. കൊറോണ കാലത്തും മറ്റു മാരക രോഗ കാലഘട്ടങ്ങളിലും ജീവൻ ബലിയർപ്പിച്ച എല്ലാ നഴ്സുമാരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ച, രോഗികളുടെ കാവൽ വിശുദ്ധനായ വിശുദ്ധ കാമിനസ് ഡി ലെല്ലീസ്, രോഗി സേവനത്തിൻ്റെ പ്രതീകമായ വിശുദ്ധ മദർ തെരേസയെ, ലോക നാനാഭാഗങ്ങളിലിരുന്ന് അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നഴ്സുമാർക്കായി സ്വർഗത്തിൽ ദൈവപിതാവിനോട് നിരന്തരം അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും രോഗശാന്തിയുടെയും ഉറവിടമായ സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഉപകരണങ്ങളായി മാറിയ ഈ നഴ്സിംഗ് മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവർ സ്പർശിക്കുന്ന ഓരോ രോഗിയും അങ്ങയുടെ ദിവ്യ സൗഖ്യം അനുഭവിക്കട്ടെ. അവരുടെ കരങ്ങൾക്ക് അവിടുന്ന് ജീവൻ്റെ ദിവ്യശക്തി നൽകണമേ. അവരുടെ കുടുംബങ്ങളിൽ ദൈവിക സമാധാനവും ഐശ്വര്യവും എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന എല്ലാ നഴ്സിംഗ് സഹോദരി സഹോദരന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ദൈവിക ആശംസകൾ. നിങ്ങളുടെ സേവനത്തിന് ദൈവം തക്ക സമയത്ത് വൻ പ്രതിഫലം നൽകും. ദൈവം നിങ്ങളെ ഏവരെയും സംരക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.